ബിഗ് ബോസ് വീട്ടിൽ 2 അടുപ്പ് വയ്ക്കാൻ പോകുന്നു. അനിമോൾ തന്നെ പറയുന്ന ഒരു വീട്ടിൽ അങ്ങനെ 2 അടുപ്പ് വെച്ചുകൂടാന്ന്. എന്നിട്ട് അനിമോളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നു നമുക്ക് വേറെ കുക്ക് ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ അവരുടെ ഫുഡ് വേണ്ടാന്ന്, നൂറയ്ക്കും വേണ്ട, ആദിലയ്ക്കും വേണ്ട, അനിമോൾക്കും വേണ്ട. എന്നിട്ട് അവരിരുന്നിട്ട് പറയുന്നു, അനീഷ് വന്നിട്ട് പറയുന്നു, നിങ്ങൾ അവരെന്തായാലും വെച്ചില്ലേ, ഇനി അതൊരു പ്രശ്നമാക്കണ്ട, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന പറയുന്നു. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അവരുണ്ടാക്കിയ ഫുഡ് വേണ്ട, അവരുണ്ടാക്കിയത് അവർ തന്നെ കഴിക്കട്ടെന്ന് നൂറ പറയുന്നു. എന്നിട്ട് ഇവർ 3 പേരോട് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നിവിനും ആര്യനും സാബുമോനും വന്ന് ഇവരോട് പറഞ്ഞായിരുന്നു വന്ന് ഫുഡ് കഴിക്കുന്നത്. അന്നേരം പറഞ്ഞല്ല, ഞങ്ങൾ വേറെ ഉണ്ടാക്കുകയാണ്, നിനക്കും കൂടെ വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നു. എല്ലാം വരുത്തി വെച്ചിട്ട് ഒരുത്തന്നെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടോ. അവനൊന്ന് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. ഷാനവാസ് മെഡിക്കൽ റൂമിൽ പോയേക്കുന്നത്. നൂറ ഇരുന്നുകൊണ്ട് പറയുന്നു. ഷാനവാസിക്കയുടെ മുഖത്ത് മൊത്തം പാല് വീണ് കണ്ടപ്പം ഭയങ്കര വിഷമമായി എനിക്കെന്ന്. കണ്ട സങ്കടം തോന്നുമെന്ന് നൂറ പറയുന്നു. ആദിലയും പറയുന്നു. അപ്പോൾ അനിമോളും പറയുന്നു, സത്യമാണ്, ഇവനാ എല്ലാത്തിനും കാരണം. അനിമോള് പറയുന്നു, 10-28 വയസ്സായില്ലേ ഇവനൊക്കെ ഇനി എന്ന് നന്നാവാനാണ്. ഇങ്ങനെയൊക്കെ കൊച്ചു പിള്ളേർ പോലും ഇങ്ങനെ കാണിക്കത്തില്ല. ഒരാളുടെ തലവഴിയെ എടുത്ത് പാലെടുത്തൊഴിക്കുന്നത്. ഇന്നലെ എൻ്റെ ബെഡ് മൊത്തം വെള്ളം എടുത്തൊഴിച്ച്. ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അവൻ എന്തും ചെയ്യാമെന്നുള്ള ഇതായിക്കഴിഞ്ഞ്. എന്ന് നന്നാവാനാണ് ഇവനൊക്കെ ഇനി എന്ന് അനിമോളിരുന്ന് പറയുന്നു. എന്നിട്ട് ഷാനവാസിൻ്റെ കാര്യം പറയുന്നു. പാവം, രാവിലെ ഒരു കാര്യമില്ലാതെ ഇവൻ വഴക്കുണ്ടാക്കി. ഒരു ചെറിയൊരു പൊടി അത് കഴുകി അങ്ങ് വെച്ചാൽ പോരെ അവന്, അത് ഞങ്ങൾ തന്നെ കഴുകണമെന്ന് അവൻ്റെ വാശി. അനിമോള് പറയുകയാണ്. അനീഷ് വീണ്ടും വന്ന് അവരോട് പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അവർ ഭക്ഷണം ഉണ്ടാക്കിയെന്ന്. ഇല്ല ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടാന്ന് നൂറ. അവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കഴിക്കാൻ തോന്നത്തില്ല, വയറ് നിറഞ്ഞെന്ന്. അവരുണ്ടാക്കിയില്ലേ എന്ന് പറയുന്നു. അത് സാരമില്ല, അവർ കഴിക്കട്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ പോയി ഉണ്ടാക്കിയതല്ലേ, അവന്മാർ തന്നെ കഴിക്കട്ടെ, അവൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വേണ്ടാന്ന്. അനീഷ് പറയുന്നു, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഹെൽത്ത് വളരെ മോശമാകുന്നു, ഞങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിച്ചോളാം ചേട്ടാന്ന് അനിമോള് പറയുന്നു. എന്തായാലും അവർ കിച്ചൺ ടീമല്ലേന്ന് അനീഷ് പറയുന്നു. അവരിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് കഴിക്കുന്നത്, അതുകൊണ്ട് അവർ ചെയ്തതൊക്കെ അങ്ങ് മറക്കണമെന്ന് അനിമോള് ചോദിക്കുന്നു. ആരെയും വിളിച്ച് പറയുന്നു, ഫുഡ് റെഡിയാണേ. അനിമോള് പറയുന്നു, ഞാൻ കഴിക്കില്ല ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാക്കുന്നതെന്ന്. അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അവർ ചെയ്തത് എന്ന് അനിമോള് പറയണ്ടേ. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.